ഇവിടെ സുഗതനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുമായിട്ട് ഇവർ മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള വിധി പാലിക്കാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറാകുന്നില്ല. നിയമ നടപടിക്ക് മുമ്പോട്ട് പോകേണ്ടതായിട്ടുള്ള സാഹചര്യമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് എന്നുള്ളതാണ്. 700 അജണ്ടകളാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. 1 മിനിറ്റ് എടുത്ത് ചർച്ച ചെയ്താൽ പോലും അത് ഏകദേശം 12 മണിക്കൂർ ചർച്ച ചെയ്യണം. ആ 12 മണിക്കൂർ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അജണ്ട കയ്യിൽ കിട്ടുന്ന 200 അജണ്ടകൾ കിട്ടുന്നത് ഇന്ന് രാവിലെ മാത്രമാണ്. ആ 200 അജണ്ടകൾ വെച്ചുകൊണ്ട് ഇന്ന് പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പെറോട്ട് നാടകമാണ് യഥാർത്ഥത്തിൽ നടന്നത്. 6 മാസ കാലയളവായിട്ട് ഇവിടെ നടക്കുന്ന ഒരു കൗൺസിൽ മീറ്റിംഗും ജനാധിപത്യപരമായി കൂടി അജണ്ടകളിൽ ചർച്ച ചെയ്ത് ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ, കുടിവെള്ള പ്രശ്നം, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യ പ്രശ്നം തുടങ്ങിയിട്ടുള്ള വളരെ ഗൗരവമായിട്ടുള്ള പ്രശ്നം, ഇപ്പോൾ ആളുകൾ മരണത്തിലേക്ക് നടന്നു പോകുന്നു. ഇവിടെ ശുചിത്വ പ്രവർത്തനങ്ങൾ നടക്കാത്തതുകൊണ്ട് വലിയ തോതിലുള്ള പനിയും മറ്റ് അസുഖങ്ങളും ബാധിച്ച് ആളുകൾ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് പൊറുതിമുട്ടുമ്പോൾ അത്തരം വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാതെ തങ്ങളെടുക്കുന്ന നിലപാട് ശരിയാണെന്നും കൂടെയുള്ള 3 കൗൺസിലർമാരെ അടിച്ച് തലയും കാലും പൊട്ടിച്ചതിന് ശേഷം അത് ന്യായീകരിക്കുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന മേയർ ഇന്നിപ്പോൾ കാണിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സുഗതന്റെ വിഷയം ചർച്ച ചെയ്യണമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട 49 കൗൺസിലർമാർ, ഇതിനകത്ത് പകുതിയോളം വരുന്ന കൗൺസിലർമാർ ഇവിടെ ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ ആ സുഗതം വിഷയം ഇവിടെ അജണ്ടയാക്കാൻ വേണ്ടിയിട്ട് പോലും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് വെയ്യൂർ ജയിലിൽ കിടക്കുന്ന സുഗതനെയും ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറയുന്ന ധാർഷ്ട്യമാണ് നടക്കുന്നത്. RSSകാരുടെ കാര്യാലയമായി വീണ്ടും വീണ്ടും ഈ പറയുന്ന നഗരസഭ മാറുകയാണ് ചെയ്യുന്നത്. കൗൺസിലർമാർ പൂർണ്ണമായി ഒപ്പിട്ടില്ലെന്ന് മേയർ പറഞ്ഞു. അജണ്ടയിലുള്ള എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അടുത്ത സെക്കൻഡിൽ കൗൺസിൽ തന്നെ പിരിച്ചുവിടുകയാണ്. അതെ, 700 അജണ്ട ഉണ്ടെന്നേ. 1 മിനിറ്റ് ചർച്ച ചെയ്താൽ ഇവിടെ എത്ര സമയം എടുക്കും നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇവിടെ ഒരു 700 അജണ്ട ചർച്ച ചെയ്തിട്ടുണ്ട്. എന്റെ കയ്യിലിരിക്കുന്ന 700 അജണ്ട ഇന്നിപ്പോ തന്നിട്ട് 1 മിനിറ്റ് എടുത്ത് ചർച്ച ചെയ്താൽ 12 മണിക്കൂർ എടുക്കും ഇവിടുത്തെ ചർച്ച എന്ന് പറയുന്നത്. അപ്പോൾ ജനാധിപത്യപരമായി ഈ കൗൺസില് ഒരു തരത്തിലും ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത രൂപത്തിൽ ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോകുക എന്ന് പറയുന്നതാണ് അവരെടുക്കുന്നത്. അല്ല, ഞങ്ങള് ഇവിടെ ഇപ്പോൾ സ്പെഷ്യൽ കൗൺസിൽ വിളിക്കാൻ 49 ആളുകൾ ആവശ്യപ്പെട്ടുണ്ട്. നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 35 ആളുകളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കൗൺസിൽ വിളിക്കേണ്ടതാണ്. പക്ഷെ ആ കൗൺസിലും വിളിക്കൂല എന്നുള്ളതാണ് ഇന്നിപ്പോ അവര് രേഖാമൂലം തന്നിരിക്കുന്നത്. അതും റിജക്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇതിനെതിരായിട്ടുള്ള കോടതിയെ സമീപിക്കാനാണ് ഞങ്ങളുടെ സംഭവം. മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, പ്രതിപക്ഷം എന്ന നിലയിൽ നിങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സമയമാണ് എന്നതല്ലേ. അവിശ്വാസ പ്രമേയ നോട്ടീസുമായി UDF നേരത്തെ രംഗത്ത് വന്നു. അതുമായി മുന്നോട്ട് പോകാൻ നയപരമായ കാര്യങ്ങളിൽ നിങ്ങൾ കഴിഞ്ഞില്ല. പക്ഷെ ഇനി CPM മുൻകൈയെടുത്ത് അല്ലെങ്കിൽ LDF മുൻകൈയെടുത്ത് അത്തരം ഒരു അവിശ്വാസ പ്രമേയ നോട്ടീസിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കും. ഞങ്ങള് ഇവിടെ ഇന്നത്തെ കൗൺസിൽ യോഗത്തിനകത്ത് ഈ പറയുന്ന അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയില്ല. അവിശ്വാസ പ്രമേയം എന്ന് പറയുന്നത് ചട്ടങ്ങൾ പറയുന്നത് 19 പറയുന്നത് അത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രേഖാമൂലം കൊടുക്കേണ്ടത്. കൊടുത്തു കഴിഞ്ഞാൽ 14 ദിവസത്തെ നോട്ടീസ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ കൗൺസിൽ വിളിച്ചു കൂട്ടുമ്പോൾ മാത്രമാണ് അവിശ്വാസ പ്രമേയത്തെ സംബന്ധിച്ചുള്ള ചർച്ച നടക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് അവിശ്വാസ പ്രമേയം ഇന്നിവിടെ വരുന്നതല്ല. പക്ഷേ ഇന്ന് UDF ഉൾപ്പെടെയുള്ള 49 ആളുകൾ ഈ പറയുന്നത് പോലെ തന്നെ സ്പെഷ്യൽ കൗൺസിൽ വിളിച്ച് സുഗതന്റെ വിഷയം ചർച്ച ചെയ്യണമെന്നുള്ളത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതുപോലും നിരാകരിക്കുന്ന തരത്തിലാണ് മേയർ പോകുന്നത്. 700 അജണ്ട പാസാക്കി, അല്ലെങ്കിൽ ഇന്നൊരു ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു മേയറാണെന്നുണ്ടെങ്കിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.